ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാമി സേന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. V1 കോടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലൊരു ക്യാമ്പയിൻ തന്നെ നടപ്പുണ്ടായിരുന്നു. അതായത് റോക്ക് വേണ്ട കോടി മതി, അതായത് ട്വിറ്ററിലൊക്കെ വലിയ രീതിയിൽ ട്രെൻഡായിരുന്നു ഇതൊക്കെ. ഇപ്പോഴും ആ ഒരു ട്രെൻഡ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് പല സൂപ്പർ സ്റ്റാർസും പല വ്യക്തികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ട്വീറ്റും മെസ്സേജും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അതിലെ പ്രധാനപ്പെട്ട ഒരു ട്വീറ്റായിരുന്നു സാമി സേൻ്റേത്. സാമി സേൻ ഏതാണ് 2 ട്വീറ്റ് ചെയ്തിരുന്നു. അതിലൊരു ട്വീറ്റ് ഇങ്ങനെയാണ്, അതായത് ഈ ഒരു ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ഈ ഒരു റെസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഫൂളിഷ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ എന്നായിരുന്നു സാമി സേൻ്റെ ആ ഒരു ട്വീറ്റ്. സോ ഇത് ആരാധകർക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ആരാധകർ അദ്ദേഹത്തിന് ട്വീറ്റിനടി നല്ല രീതിയിലുള്ള തെറിവിളിയായിരുന്നു. എന്തായാലും ഈ ഒരു തെറിവിളിക്ക് അവസാനം സാമി സേൻ ആ ഒരു ട്വീറ്റൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ സാമി സേൻ വെറുതെ വടി കൊടുത്ത് അടി മേടിച്ചെന്ന് പറയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺസിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺസിൻ്റെ റിട്ടേണുമായി ബന്ധപ്പെട്ടോ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹമായിട്ട് കൂലായിട്ട് ചേർന്ന് നിൽക്കുന്ന അപ്ഡേറ്റ് ഒന്നും അല്ല. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തൊരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ജോൺസിന് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റോക്കും റോമൻ റീഡ്സോടെ ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു ഇമേജ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് റോക്കും റോമനും കഴിഞ്ഞ സ്മാക്ഡൗണിൽ ഫേസ് ടു ഫേസ് നിൽക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ജോൺസിനേക്കും ഈ ഒരു മാച്ചാണ് താനാണ് ഇഷ്ടമാണ്. ബട്ട് ഫാൻസ് എന്താണ് ഇങ്ങനെ പറയുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നോക്കിയാലും കോടിയെ കൊണ്ടുവരാൻ കോടി വേഴ്സസ് റോമൻ മാച്ച് വേണമെന്നാണ് കൂടുതൽ പേരും പറയുന്നത്. പക്ഷേ എന്തിനാണ് അവർ പറയുന്നത്? ഇങ്ങനൊരു മാച്ച് റസൽമേനിയ വന്ന റസൽമേനിയ കംപ്ലീറ്റ്ലി ഇല്ലാതാകും. നിങ്ങളൊരു കാര്യം ഓർക്കുക, അതായത് റസൽമേനിയയിൽ ഉറപ്പായിട്ടും മത്സരിക്കുന്ന 2 സൂപ്പർ സ്റ്റാർ ആയിരുന്നു, ബ്രോക്ക് ലെസ്നറും അതുപോലെ തന്നെ CM അവർ എത്രത്തോളം വലിയ നെയിമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. സോ അവർ 2 പേരും ഇല്ല. ആ ഒരു സമയത്ത് കോടി വേഴ്സസ് റോമൻ റസൽമേനിയ വെച്ചാൽ അത്രത്തോളം ഹിറ്റാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ റോക്ക് വേഴ്സസ് റോമൻ റസൽമേനിയ വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. ആ ഒരു റസൽമേനിയയ്ക്ക് തന്നെ വലിയൊരു ഹൈപ്പ് കിട്ടും. സോ റസൽമേനിയ എന്ന് പറയുന്നത് വേറെ ലെവലൊരു ഷോയാണ്. സോ അവിടേക്ക് വെക്കേണ്ട ഒരു മാച്ചാണ് റോക്ക് വേഴ്സസ് റോമൻ മാച്ച്, കോടി റോഡ്സ് വേഴ്സസ് റോമൻ മാച്ച്. വേണമെങ്കിൽ ഏത് പേപ്പർ വ്യൂ വേണമെങ്കിലും വെക്കാം. അത് റസൽമേനിയ വെക്കേണ്ട ഒരു മാച്ചല്ല, റിപ്പീറ്റഡ് മാച്ചാണ്. സോ എന്തുകൊണ്ടാണ് ആരാധകർ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ റോക്ക് വേഴ്സസ് റോമൻ ഈ ഒരു റസൽമേനിയയിൽ നടന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ബ്രോക്ക് ലെസ്നറും അതുപോലെ തന്നെ CM ഈ ഒരു റസൽമേനിയ ഉണ്ടായിരുന്നെങ്കിൽ അവർ പോലും ഇല്ല. സോ അവരില്ലാത്ത സമയത്ത് റോക്കും വേണ്ട നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റസൽമേനിയ നല്ലൊരു റസൽമേനിയ ആയിട്ട് കാണുമെന്ന് താല്പര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഫിനിഷ് ദ സ്റ്റോറി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവർ തമ്മിൽ എന്താണ് ഇത്ര തീർക്കാനുള്ള സ്റ്റോറി എന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ റസൽമേനിയ കോടി റോഡ്സ് തോറ്റ് കഴിഞ്ഞ് അദ്ദേഹം വരയ്ക്കിയ ഒരു സംഭവമാണ് ഫിനിഷ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ ആ ഒരു റസൽമേനിയ മത്സരിച്ചൊരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്ത് സ്റ്റോറിയാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്തതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ റോക്കും റോമനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഉണ്ടെന്ന് പറയാം. അതായത് 2 പേരും സമോവൻ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. ആരാണ് ട്രൈബൽ ചീഫ് എന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആരാണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൊരു മാച്ചാണെന്നൊക്കെ പറയാം. പക്ഷേ ഇതെന്താണ് ഫിനിഷ് ദ സ്റ്റോറി എന്ന് എനിക്ക് തന്നെ അറിയില്ല. വെറുതെ കോഡ് റൂട്ട്സ് തന്നെ ഹൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവം മാത്രമാണിത്. പിന്നെ പലരും പറയുന്നുണ്ട് റോക്ക് അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ്. അതായത് TKOയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ ആയതിനു ശേഷം അദ്ദേഹം തന്നെ ഒരു മാച്ച് വെക്കുകയാണ് പലരും പറയുന്നുണ്ട്. സോ നിങ്ങൾ തന്നെ ഓർക്കുക, ബ്രോക്കില്ല CM ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം WWE ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇവർ 2 പേരും ഇല്ലാത്ത സാഹചര്യത്തിൽ റസൽമേനിയ 40യുടെ അവസ്ഥ എന്താണ് നിങ്ങളൊന്ന് ചിന്തിക്കണം. സോ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയും തിരക്കുള്ളൊരു വ്യക്തി റസൽമേനിയ വരാമെന്ന് പറഞ്ഞുകൊണ്ട്. സോ അത് നിങ്ങൾ ചിന്തിക്കാതെ റോക്കിനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. കമൻറ്റ് ബോക്സിൽ എന്നെ വന്ന് വെറുതെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ റിയാലിറ്റിയാണ് പറഞ്ഞത്. സോറി, ഞാൻ ഒരിക്കലും റിയാലിറ്റി എന്നൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണിത്. ആ ഒരു രീതി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ട് എന്താണ് കാര്യം? അത് ഞാനങ്ങനെ പറയും, ഞാനിങ്ങനെ പറയുന്നു. സോ ഇതെൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ്. എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഒരു ആശയം പങ്കുവെക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ ആശയം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. സോ അവിടെ തെറിവിളി മറ്റുള്ള സംഭവങ്ങളൊന്നും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതായത് റോയൽ റംബിൾ ജയിച്ച വ്യക്തിയല്ലേ റസൽമേനിയ മെയിൻ ഇവൻറ്റ് ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കറിയാം മണി ഇൻ ദ ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം ഓസ്റ്റിൻ തിയറി ജയിച്ചതാണ്. ഓസ്റ്റിൻ തിയറി ആ ഒരു അതായത് മണി ഇൻ ദ ബാങ്ക് സാധാരണയായിട്ട് ക്യാഷിൻ ചെയ്യുന്നത് എവിടെയാണ്? വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലാണ്. പക്ഷേ അദ്ദേഹം ക്യാഷിൻ ചെയ്ത് എവിടെയാണ്? US ചാമ്പ്യൻഷിപ്പിൽ. സോ റൂൾസൊക്കെ WWEക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം. നിങ്ങൾ റൂൾസിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അന്ന് ഓസ്റ്റിൻ തിയറി അത് ക്യാഷിൻ ചെയ്തപ്പോൾ ആരും തന്നെ ഒന്നും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ആ ഒരു സംഭവത്തോട് എനിക്കൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു ഓസ്റ്റിൻ തിയറി US ചാമ്പ്യൻഷിപ്പ് ക്യാഷിൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സംഭവത്തിനൊന്നും പ്രതികരിക്കാത്ത ആൾക്കാർ ഇപ്പോൾ വന്ന് പ്രതികരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, WWE റൂൾസൊക്കെ അവർക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യുക, അവർക്ക് തോന്നുന്ന പോലെയാണ് റൂൾസ്. സോ ആ ഒരു രീതി നിങ്ങൾ കണ്ടാൽ മതി. റൂൾസൊന്നും നിങ്ങൾ വലുതായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. റോയൽ റംബിൾ വിജയിക്കുന്നവർ മെയിൻ ഇവൻറ്റ് ചെയ്യണോ എന്നുള്ള സംഭവമൊന്നും റോയൽ റംബിൾ വിജയിച്ചവരെല്ലാം എല്ലാ റസൽമേനിയൊന്നും മെയിൻ ഇവൻറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നടന്നിട്ടുണ്ട്. എനിക്ക് സാധാരണയായിട്ട് റോമൻ റൈഡ്സാണ് കൂടുതൽ റസൽമേനിയ മെയിൻ ഇവൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു റസൽമേനിയ റോമനെ നേരിട്ട് ഈ റോയൽ റംബിൾ തന്നെ വിജയിച്ചവരാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എനിക്ക് ഓർമ്മ അണ്ടർടേക്കർ റോമൻ റൈഡ്സ് റസൽമേനിയാണ്. എനിക്കറിയില്ല ആരാണ് ആ ഒരു റോയൽ റംബിൾ ആ ഒരു വർഷം ജയിച്ചത്. നിങ്ങൾക്കറിയാം ആ ഒരു
ആ ഒരു സമയത്ത് അണ്ടർടേക്കർ റോയൽ റംബിൾ വിജയിച്ചിട്ടില്ല, റോമൻ റീൻസ് റോയൽ റംബിൾ വിജയിച്ചില്ല, മറ്റേതോ ഒരു വ്യക്തിയാണ്. പക്ഷേ മെയിൻ ഇവൻ്റായിട്ട് വന്ന് മാച്ച് ചെയ്താണ് അണ്ടർടേക്കർ വേഴ്സസ് റോമൻ റീൻസ് മാച്ചാണ്. സോ എന്ത് മെയിൻ ഇവൻ്റ് കാര്യമാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയില്ല. WWE എന്ത് റൂൾസ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറ്റും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എലിമിനേഷൻ ചേമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് എലിമിനേഷൻ ചേമ്പറിൻ്റെ പുതിയ പോസ്റ്റർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പഴയ പോസ്റ്റർ CM ഉണ്ടായിരുന്നു, CM എടുത്ത് പുറത്താക്കി WWE, പകരം ബെക്കി ലിഞ്ചിനെ ആണെന്ന് തോന്നുന്നു ആഡ് ചെയ്ത്. എന്തായാലും പുതിയ പോസ്റ്റർ നിൽക്കുമ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. CM ഔട്ട്, ബെക്കി ലിഞ്ചിൻ പിന്നെ വേറെ 1-2 സൂപ്പർ സ്റ്റാറുകളോട് ആഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോഡ് റോഡ്സ്, ഡാനിയൽ ബ്രൈൻ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഇതിനകത്ത് ഡാനിയൽ ബ്രൈൻ വലിയ റോളൊന്നും ഇല്ല എങ്കിൽ പോലും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്കറിയാം പണ്ട് ഡാനിയൽ ബ്രൈൻ്റെ സമയത്ത് ഡാനിയൽ ബ്രൈനെ കട്ടൊരു ബേബി ഫേസ് ക്യാരക്ടറായി കാണിച്ചിരുന്നു. അതായത് അദ്ദേഹത്തെ WWE മീൻസ് ഇപ്പോൾ കോഡ് റോഡ്സിന് കാണിക്കുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ കാണിച്ച് അതായത് ഒരു കട്ട ബേബി ഫേസ് ഫാൻസൊക്കെ വലിയ രീതിയിൽ ഡാനിയൽ ബ്രൈനെ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയാണ്. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ കാണിക്കാൻ നോക്കുന്നത്. അത് കോഡ് റോഡ്സിൻ്റെ അടുത്ത് കാണിക്കാൻ നോക്കുന്ന ആ ഒരു സംഭവം തന്നെയാണെന്നാണ് ഇപ്പോൾ ഡേവ് മെൽസർ പറയുന്നത്. സോ അങ്ങനെ ഒരു സ്ട്രോങ് ബേബി ഫേസ് ക്യാരക്ടറാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്ത് ഡാനിയൽ ബ്രൈൻ്റെ കൂട്ടുള്ള ഒരു സ്ട്രോങ് ബേബി ഫേസ് ക്യാരക്ടറാക്കി കോഡ് റോഡ്സിനെ മാറ്റാനാണ് ഇപ്പോൾ WWE ശ്രമിക്കുന്നതെന്നാണ് പുറത്തേക്ക് വരുന്നത്. ആ ഒരു ശ്രമങ്ങളൊക്കെ ശരിയായിട്ട് തന്നെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് കറക്റ്റ് ഒരു റിയാക്ഷൻ തന്നെയാണ് അത് WWEക്ക് വേണ്ടത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. റോക്ക് കോടി ഇങ്ങനെ അപ്ഡേറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം റോക്കിന് വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനാണ് നടക്കുന്നത്. എന്നിട്ട് പോലും റോക്കിൻ്റെ മെർച്ചൻഡൈസ് സെയിൽസ് ഒരു കുറവുമില്ല. വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് റോക്കിൻ്റെ മെർച്ചൻഡൈസ് സെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളെ ഇപ്പോൾ ഞാൻ ലിസ്റ്റ് കാണിച്ചു തരാം. അതായത് 5 സ്ഥാനങ്ങളിൽ റോക്കിൻ്റെ മെർച്ചൻഡൈസ് ആണ് ഇപ്പോൾ ഏറ്റവും വലിയ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, 1, 2, 3, 4, 5 റോക്കിൻ്റെ മെർച്ചൻഡൈസാണ് സെയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റോമൻ 6-ാം സ്ഥാനത്തും 12-ാം സ്ഥാനത്തും ഉണ്ട്. അതായത് റോമൻ്റെ ഒരു ഡ്രസ്സ് 6-ാം സ്ഥാനത്തുണ്ട്, ഒരെണ്ണം 12-ാം സ്ഥാനത്തുണ്ട്. കോടിയുടെ ഒരു മെർച്ചൻഡൈസ് എന്ന് പറയുന്നത് 19-ാം സ്ഥാനത്താണ് കിടക്കുന്നത്. അതായത് കോടി തന്നെ 19-ാം സ്ഥാനത്താണ്. മെർച്ചൻഡൈസ് സെയിൽസ് വളരെയധികം പിന്നോട്ട് പോയിരിക്കുകയാണ് കോടി. അതായത് ഇത്ര ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് റോക്കിൻ്റെ അതായത് മെർച്ചൻഡൈസൊക്കെ ഇത്രയധികം വിറ്റ് പോകുന്നു. കോടിയുടെ മെർച്ചൻഡൈസ് 19-ാം സ്ഥാനത്ത് ഇരിക്കുന്നു. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഫാൻസ് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് NXTയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതൊരു ടീസ് NXTയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു റിട്ടേൺ ടീസ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ NXT കാണാറില്ല, ബട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യമാണ്. ആ ഒരു ടീസ് ഇങ്ങനെയാണ്: മാൻ ഹാസ് 3 ഫേസസ് എന്നാണ് ആ ഒരു NXTയിൽ, അതായത് ഇന്ന് നടന്ന NXT ആണെന്ന് തോന്നുന്നു, അതിനകത്ത് കണ്ടൊരു ടീസാണിത്. പറഞ്ഞു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് കാലുഷിക്ക് ഒക്കാരയുടെ പേരാണ്. സോ പ്രത്യേകിച്ച് എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല, ബട്ട് പറഞ്ഞിരിക്കുന്നത് കാലുഷിക്ക് ഒക്കാടയുടെ പേരാണ്. സോ 3 ഫേസസ് എന്ന് പറയുന്നത് കാലുഷിക്ക് ഒക്കാടയ്ക്ക് 3 ക്യാരക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം നേരത്തെ വർക്ക് ചെയ്ത റെസ്ലിംഗ് കമ്പനിയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. സോ പെട്ടെന്ന് കിട്ടിയൊരു അപ്ഡേറ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.